ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ നമ്മളിന്ന് മൊഡ്യൂൾ 3-ലെ MCQ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ബെയിൽമെൻറ്റ്? ബെയിൽമെൻറ്റിന് എക്സാമ്പിൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബെയിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് മറ്റൊരാൾക്ക് നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കൈമാറുന്നതിനെയാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു റെൻറ്റിനൊരു കാറ് കൊടുക്കുന്നു. ഇപ്പോൾ റെൻറ്റ് നമ്മൾ വാങ്ങിക്കുന്നു, കാർ അയാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നു, കുറേ ഒരു ആവശ്യം കഴിഞ്ഞതിന് ശേഷം കാർ നമുക്ക് തിരികെ കിട്ടുന്നു അല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ് ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഫീ വാങ്ങിച്ചുകൊണ്ടോ വാങ്ങിക്കാതെയോ. അപ്പോൾ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് ഒക്കെ ഉണ്ട്, അവിടെയാണ് നമ്മൾ കൺസിഡറേഷൻ വാങ്ങിക്കാതെയാണ് അല്ലെങ്കിൽ പകരമായിട്ട് ഫീ വാങ്ങിക്കാതെ നൽകുന്നതാണ് നമ്മൾ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ബെയിൽമെൻ്റ് ആകാം. അപ്പോൾ ഫീ വാങ്ങിച്ചുകൊണ്ടോ വാങ്ങിക്കാതെയോ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മറ്റൊരാൾക്ക് ഗുഡ്സ് കൈമാറുന്നതിനെയാണ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കൈമാറുന്ന വ്യക്തിയെ ബെയിലർ എന്നും ആർക്കാണോ കൈമാറുന്നത് അയാളെ ബെയിലി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെയിലറും ബെയിലിയും ആരാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താഴെ പറയുന്നതിൽ വിച്ച് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ബെയിൽമെൻറ്റ്, ബെയിൽമെൻറ്റിന് എക്സാമ്പിൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം നമുക്ക് ബെയിൽമെൻറ്റിന് എക്സാമ്പിൾ അല്ല. സെല്ലിംഗ് ഗുഡ്സ് ടു എ തേർഡ് പാർട്ടി, അതായത് തേർഡ് പാർട്ടിക്ക് ഗുഡ്സ് വിൽക്കുക എന്ന് പറയുന്നത് അത് വിൽപ്പനയാണ്, അത് ബെയിൽമെൻ്റ് അല്ല. വിൽപ്പനയിൽ നമുക്കറിയാം ഓണർഷിപ്പോടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും അല്ലേ. ബെയിൽമെൻറ്റിൽ ആ ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമാണ്, അതിൻ്റെ കൈവശാവകാശം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓണർഷിപ്പോടെയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഈ സെല്ലിംഗ് ഓഫ് ഗുഡ്സിൻ്റെ വിൽപ്പന അത് ബെയിൽമെൻ്റ് അല്ല. ബാക്കിയെല്ലാം ബെയിൽമെൻറ്റിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ലെൻഡിങ് എ ബുക്ക് ടു എ ഫ്രണ്ട്, ഒരാൾക്ക് നമ്മുടെ ഫ്രണ്ടിന് ഒരു ബുക്ക് തൽക്കാലത്തേക്ക് കൊടുക്കുന്നു, അതിൽ നമ്മൾ ഫീസൊന്നും വാങ്ങിക്കുന്നില്ല, അത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിന് എക്സാമ്പിളാണ്. ഗിവിങ് ക്ലോത്ത് ടു എ ടൈലർ ഫോർ സ്റ്റിച്ചിങ്, നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ടൈലറെ നമ്മുടെ ക്ലോത്ത് ഏൽപ്പിക്കുന്നു അല്ലേ, ടൈലർക്ക് നമ്മൾ പിന്നീട് ഫീസ് കൊടുക്കണം അല്ലേ, അത് സാധാരണ ബെയിൽമെൻറ്റിന് എക്സാമ്പിളാണ്. ലിവിങ് ഗുഡ്സ് വിത്ത് എ ഷോപ്പ് കീപ്പർ ഫോർ റിപ്പയർ, നമ്മൾ ഗുഡ്സ് റിപ്പയറിങ്ങിന് വേണ്ടി ഷോപ്പ് കീപ്പർ കൊടുക്കുന്നു, അവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം, അതെല്ലാം എന്താണ് ബെയിൽമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ബെയിൽമെൻറ്റ് പെടാത്തത് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബെയിലി മിക്സസ് ഗുഡ്സ് വിത്തൗട്ട് കൺസെൻറ്റ് ആൻഡ് ദേ ആർ ഇൻസെപ്പറബിൾ. അപ്പോൾ ഇവിടെ ബെയിലിയെ ഒരു ഗുഡ്സ് ഏൽപ്പിച്ചു, ആ ഗുഡ്സ് മറ്റൊരു ഗുഡ്സുമായിട്ട് ബെയിലറുടെ സമ്മതമില്ലാതെ തന്നെ ബെയിലി എന്ത് ചെയ്തു, അത് മിക്സ് ചെയ്തു, ഒരുമിപ്പിച്ചാക്കി. വിച്ച് ആർ നോട്ട് ഇൻസെപ്പറബിൾ, അതായത് വിച്ച് ആർ ഇൻസെപ്പറബിൾ അല്ലേ. ആ ഒരു ഗുഡ്സ് നമ്മൾ ഒരിക്കലും അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വേർപെടുത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഐഡൻറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകളായിരിക്കാം. അങ്ങനെ ഇൻസെപ്പറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ബെയിലറുടെ കൺസെൻറ്റ് ഇല്ലാതെ ബെയിലി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെയിലർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. ബെയിലർക്ക് റിസീവ് എ കോമ്പൻസേഷൻ ഫോർ ദി വാല്യൂ ഓഫ് ദിയർ ഗുഡ്സ്. അപ്പോൾ ബെയിലർക്ക് അയാളുടെ ഗുഡ്സ് എത്രയാണോ നഷ്ടപ്പെട്ടത് അതിന് പകരമായിട്ട് കോമ്പൻസേഷൻ ബെയിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള അവകാശം ബെയിലർക്ക് ഉണ്ടായിരിക്കും. ഇനി കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്, ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ നമ്മൾ പറഞ്ഞു ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല അല്ലേ, അത് ആരുടെ കൈവശം തന്നെയായിരിക്കും, അത് ബെയിലറുടെ കൈവശം തന്നെയായിരിക്കും അല്ലേ. അതായത് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമെയിൻസ് വിത്ത് ദ ബെയിലർ, ബെയിലർക്ക് തന്നെയായിരിക്കും ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ പൊസഷൻ, അതിൻ്റെ കൈവശം വയ്ക്കാനുള്ള അവകാശം മാത്രമാണ് നമ്മൾ തൽക്കാലത്തേക്ക് ബെയിലിക്ക് കൊടുക്കുന്നത് അല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ബെയിൽമെൻറ്റ്? താഴെ പറയുന്നതിൽ ബെയിൽമെൻറ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് തന്നെയാണ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ, അതായത് ഗുഡ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറണം അല്ലേ. ബെയിൽമെൻറ്റ് നടക്കണമെങ്കിൽ ഗുഡ്സിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ പൊസഷൻ കൈമാറേണ്ടത് ആവശ്യമാണല്ലേ. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല, കോൺട്രാക്റ്റ് അത് എഴുതി തയ്യാറാക്കിയ കോൺട്രാക്റ്റ് ആയിരിക്കണമെന്ന് ആവശ്യമില്ല, വിത്തൗട്ട് കണ്ടീഷൻ, ഏതെങ്കിലും കണ്ടീഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ്സിൻ്റെ ഡെലിവറി നടന്നിരിക്കണം എന്നുള്ളതാണ് താഴെ പറയുന്നതിൽ ബെയിൽമെൻറ്റിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. അതിന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബെയിൽമെൻറ്റ് ഈസ് ടെർമിനേറ്റഡ് വെൻ, ബെയിൽമെൻറ്റ് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബെയിൽമെൻറ്റ് നമ്മൾ റദ്ദാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബെയിൽമെൻറ്റ് ക്യാൻസലാകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ദ ബെയിലി റെഫ്യൂസസ് ടു റിട്ടേൺ ദ ഗുഡ്സ്, ബെയിലി ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി അയാൾ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കലും അയാൾ ഏൽപ്പിച്ച ഗുഡ്സ് ആ ഒരു പർപ്പസ് പൂർത്തിയായിട്ടും അയാൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി അയാൾ മടി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് ട്രാൻസ്ഫർ അല്ല, കാരണം അത് ബ്രീച്ചാണ് അല്ലേ, അത് നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് കൊണ്ടുവരും, അത് തിരിച്ച് കിട്ടിയില്ല എങ്കിൽ. അപ്പോൾ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ദ ഗുഡ്സ് ആർ റിട്ടേൺഡ് ടു ദ ബെയിലർ അല്ലേ. ബെയിലർക്ക് ആ ഗുഡ്സ് ബെയിലി തിരികെ കൊടുത്തു കഴിയുമ്പോൾ ആ ബെയിൽമെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണല്ലേ. ദെൻ ദ ഗുഡ്സ് ആർ ഡിസ്റ്റോർഡ് ബൈ നെഗ്ലിജൻസ് മൂലം, അയാളുടെ അലംഭാവം മൂലം ബെയിലി ആ ഗുഡ്സ് നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും അതുകൊണ്ട് ആ കാരണം കൊണ്ട് തന്നെ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ നെഗ്ലിജൻസ് മൂലമാണെങ്കിൽ അവിടെയും ബെയിലിക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് ഗുഡ്സ് സ്വാഭാവികമായിട്ടോ ഗുഡ്സ് ബെയിലറിലേക്ക് തിരികെ എത്തുമ്പോഴാണ് ബെയിൽമെൻറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുക. തന്നെ ബെയിലീസ് ഡ്യൂട്ടി ഇൻക്ലൂഡ്സ്, ബെയിലിയുടെ ഡ്യൂട്ടി, ബെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് വാങ്ങിക്കുന്ന ആളാണല്ലേ.
അപ്പോൾ ബെയിലിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേക്കിംഗ് റീസണബിൾ കെയർ ഓഫ് ദി ഗുഡ്സ്, ആ ഗുഡ്സ് അയാൾ ഏൽപ്പിച്ച ഗുഡ്സ് അയാൾ ഉത്തരവാദിത്തോടെ അത് സൂക്ഷിക്കേണ്ടതാണല്ലേ, അതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ. സെല്ലിംഗ് ദ ഗുഡ്സ് വിതൗട്ട് കൺസെൻറ്റ്, ബെയിലറുടെ സമ്മതമില്ലാതെ ഗുഡ്സ് വിൽക്കുക, അപ്പോൾ അത് ഗുഡ്സ് വിൽക്കാനുള്ള അവകാശം ബെയിലിക്ക് ഇല്ല അല്ലേ. യൂസിങ് ദ ഗുഡ്സ് ഫോർ പേഴ്സണൽ പർപ്പസ്, അയാൾക്ക് ഏൽപ്പിച്ച ആ ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു ഉൽപ്പന്നം നന്നാക്കാൻ വേണ്ടി അയാളെ ഏൽപ്പിച്ചു, റിപ്പയർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു, അയാളത് വീട്ടാവശ്യത്തിന് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനുള്ള പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കാനുള്ള അവകാശം അയാൾക്കില്ല. ഡിമാൻഡിങ് അഡീഷണൽ കൺസിഡറേഷൻ ഫോർ, അങ്ങനെ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഒരു കാറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പേഴ്സണൽ ആവശ്യത്തിന് കൊടുക്കുക അല്ലേ, പക്ഷേ അത് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ അല്ലാതെങ്കിൽ അയാളുടെ പേഴ്സണൽ പർപ്പസിനോട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലെന്ന് മനസ്സിലാക്കുക. ഡിമാൻഡിങ് അഡീഷണൽ കൺസിഡറേഷൻ ഫോർ സ്റ്റോറേജ്, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് അല്ലെങ്കിൽ അയാൾ കീപ്പ് ചെയ്യുന്നതിന് അഡീഷണൽ ആയിട്ട് കൺസിഡറേഷൻ, ന്യായമായിട്ടുള്ള കൂലി അല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ആവശ്യപ്പെടുന്നു. അത്തരം കാര്യങ്ങളൊന്നും ബെയിലിയുടെ ഡ്യൂട്ടിയിൽപ്പെടുന്നതല്ല. എ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ, ഒരു ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് വെച്ചാൽ ഗുഡ്സ് ആർ ഡെലിവേർഡ് വിത്തൗട്ട് റിവാർഡാണ് അല്ലേ, അതായത് വിത്തൗട്ട് കൺസിഡറേഷൻ, പരസ്പരം, അതായത് ഈ ഒരു ബെയിൽമെൻറ്റിന് റിവാർഡ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ല എങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ബെയിൽമെൻറ്റിനെയാണ് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ കൊടുക്കുന്നു അല്ലേ, അപ്പോൾ അത് പകരമായിട്ട് നമ്മൾ ഫീസൊന്നും ഈടാക്കുന്നില്ല, പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല, അപ്പോൾ അത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് ആണ്. അപ്പോൾ വിതൗട്ട് റിവാർഡ് നമ്മൾ അങ്ങനെ ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെയിൽമെൻറ്റ് തന്നെയാണ്, പക്ഷേ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റിൻ്റെ പരിധിയിലാണ് പെടുന്നത് അല്ലേ. എ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് ഈസ് ടെർമിനേറ്റഡ് ഈഫ്, ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ്സ് ആർ റിട്ടേൺഡ്, ആ ഗുഡ്സ് തിരികെ കിട്ടുമ്പോൾ, ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ്, ആ ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞ ഗുഡ്സ് അയാളുടെ കാരണം കൊണ്ടല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റി മൂലമോ അയാളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടാലും ദ ബെയിലർ വിഡ്രോസ് ദ ഗുഡ്സ്, നമ്മൾ തന്നെ കൊടുത്ത ആൾ തന്നെ ആ ഗുഡ്സ് തിരികെ വാങ്ങിക്കുമ്പോഴും എല്ലാ കേസുകളിലും എന്താണ് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യപ്പെടും അല്ലേ. ദെൻ വിച്ച് ആക്ഷൻ ബൈ എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് വിൽ ലീഡ് ടു ലൈബിലിറ്റി, ഒരു ഗുഡ്സ് നമുക്ക് നഷ്ടപ്പെട്ടു, അത് മറ്റൊരാൾ കണ്ടുപിടിച്ചു, അയാളാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫൈൻഡർ, അല്ലെങ്കിൽ നമുക്ക് വഴിയിൽ കിടന്ന ഒരു ഗുഡ്സ് കിട്ടി, അങ്ങനെ ഒരു ഗുഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് അറിയപ്പെടുന്നു അല്ലേ ആ സമയത്ത് നമ്മൾ. അപ്പോൾ അതിൽ എന്താണ് അയാളുടെ ലൈബിലിറ്റിക്ക് നയിക്കുന്ന, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിന് അയാളുടെ ലൈബിലിറ്റിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന അയാളുടെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് ദ ഗുഡ്സ് ഫോർ പേഴ്സണൽ പർപ്പസ്, അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആ ഒരു ഗുഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അയാളുടെ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ ഓണറെ കണ്ടുപിടിക്കാനുള്ള ന്യായമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ആ ഗുഡ്സ് അയാളെ തിരികെ ഏൽപ്പിക്കുന്നത് വരെ അയാൾ ബെയിലി എന്നുള്ളൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ പേഴ്സണൽ പർപ്പസിന് വേണ്ടി അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ പേരിൽ ലൈബിലിറ്റി ഉണ്ടാകാം അല്ലേ. ദെൻ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മിക്സസ് ദം വിത്ത് ദെയർ ഓൺ ഗുഡ്സ്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, അയാളുടെ കിട്ടിയ ഗുഡ്സ് അയാളുടെ സ്വന്തം ഗുഡ്സുമായിട്ട് അയാൾ ഇടകലർത്തി അല്ല മിക്സ് ചെയ്തു, വിത്ത് കൺസെൻറ്റോട് കൂടിയാണ് ചെയ്തത്. ആരുടെയാണോ ഗുഡ്സ് അയാൾ അറിയിച്ചതിന് ശേഷമാണ് ചെയ്തത്. ദ റിസൾട്ട് ഈസ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ബോത്ത് പാർട്ടി ഷെയർ പ്രപ്പോർഷനേറ്റ് ഓണർഷിപ്പ്. ഇപ്പോൾ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ്, അപ്പോൾ ഇത് കൺസെൻറ്റോട് ചെയ്തതായതുകൊണ്ട് രണ്ടുപേരുടെയും ഗുഡ്സിൻ്റെ ഏകദേശം അളവ് എന്താണോ അതിനനുസരിച്ച് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവരത് പങ്കിടുകയാണ് ചെയ്യുന്നത് അല്ലേ. ബോത്ത് പാർട്ടീസ് ഷെയർ പ്രപ്പോർഷനേറ്റ് ഓണർഷിപ്പ്. കൺസെൻറ്റ് ഇല്ലാതെയാണെങ്കിൽ അത് ഡാമേജ് അല്ലെങ്കിൽ മറ്റ് കോമ്പൻസേഷനിലേക്കൊക്കെ അത് പോകുന്നതാണ്. ദെൻ എ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഈസ് കൺസിഡർഡ് ആസ് എ ബെയിലി, ഒരു ഗുഡ്സ് ലോസ് ആയ ഒരു ഗുഡ്സ് ഫൈൻഡ് ചെയ്തു, ആ ഫൈൻഡർ ഓഫ് ഗുഡ്സ് അയാളെ ബെയിലി എന്ന് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്, ദേ ടേക്ക് പൊസഷൻ ഇൻറ്റൻഡിങ് ടു റിട്ടേൺ ടു ദം അല്ലേ. അതായത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥയെ കണ്ടുപിടിച്ച് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ആ ഒരു ഗുഡ്സിൻ്റെ പൊസിഷൻ അയാൾ ഏറ്റെടുക്കുമ്പോൾ അയാൾ ഏത് പൊസിഷനിലേക്ക് മാറുകയാണ്, ബെയിലി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറുകയാണ് അല്ലേ. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാൾ ആ ഗുഡ്സ് വിൽക്കുകയോ അയാൾ ആ ഗുഡ്സ് അയാൾക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കീപ്പ് ചെയ്യുകയോ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും അയാൾ ബെയിലിയല്ല, അയാൾ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടത് തിരികെ ഏൽപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി അത് ഗുഡ്സ് പൊസസ് ചെയ്യുമ്പോഴാണ് അയാൾ ബെയിലി എന്ന പൊസിഷനിൽ വരിക. എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അയാളെ സംബന്ധിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ബിക്കംസ് ദ ഓണർ ഓഫ് ദി ഗുഡ്സ്, ഒരു ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അയാൾ ആ ഗുഡ്സിൻ്റെ ഓണർ ആകുന്നില്ല അല്ലേ, അയാൾക്ക് അതിൻ്റെ ഓണർ ആകാൻ വേണ്ടി സാധിക്കില്ല, അയാൾക്ക് അതിൻ്റെ പൊസഷൻ മാത്രമേ ഉള്ളൂ, അത് യഥാർത്ഥ ഉടമയെ കണ്ടെത്തി അയാൾക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ. ഈ സെൻറ്റേറ്റിൽ ടു റിട്ടേൺ ദി ഗുഡ്സ് ഇഫ് ദി ഓണർ ഈസ് ഫൗണ്ട്, ഓണറെ കണ്ടെത്തിയതിന് ശേഷം അയാൾക്ക് സ്വന്തമായിട്ട്, അതായത് ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് കണ്ടുപിടിച്ച ആൾക്ക് തന്നെ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാമെന്നുള്ളത് അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓണറെ കണ്ടുപിടിച്ച ആൾക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ. ഈസ് റെസ്പോൺസിബിൾ ഫോർ റീസണബിൾ എഫോർട്സ് ടു ലൊക്കേറ്റ് ദ ഓണർ, ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അയാൾ നമ്മുടെ കയ്യിൽ ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ റീസണബിൾ ആയിട്ടുള്ള എഫോർട്ട്, ന്യായമായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതാണ് അല്ലേ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്.
ഹാസ് നോ ലീഗൽ ഒബ്ലിഗേഷൻസ് ഇത് ഓണറോട് ലീഗലായിട്ടുള്ള ഒബ്ലിഗേഷൻ ഒന്നും ഇല്ലയെന്ന് അങ്ങനെ പറയാൻ സാധിക്കില്ല. ലോസ്റ്റ് ഗുഡ്സ് ഓണർക്ക് തിരികെ കൊടുത്തില്ല എങ്കിൽ അവിടെ ലീഗലായിട്ടുള്ള ഒബ്ലിഗേഷൻ വരും അല്ലേ. ഇവിടെ ആൻസർ സി ആണ് വരുന്നത് അല്ലേ. ദെൻ എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ഹാസ് എ റൈറ്റ് ടു, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ അവകാശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്കവർ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രിസർവിങ് ദ ഗുഡ്സ്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഗുഡ്സ് അത് നശിച്ചു പോകാതെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചിലവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ യഥാർത്ഥ ഓർഡറിൽ നിന്ന് തിരികെ കിട്ടാനുള്ള അവകാശം ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനുണ്ട്. റിക്കവർ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ പ്രിസർവിങ് ദ ഗുഡ്സ് അല്ലേ. ആ ഗുഡ്സ് അതിൻ്റെ യഥാർത്ഥമായിട്ട് അതിന് സേഫായിട്ട് അത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് പ്രിസർവ് ചെയ്യുന്നതിന് നമുക്കുണ്ടായ ചിലവ് നമുക്കത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ഓണറിൽ നിന്ന് റിക്കവർ ചെയ്ത് കിട്ടാനുള്ള അവകാശം അയാൾക്കുണ്ട്. ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ബിക്കം, ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആരാകുന്നെന്ന് ചോദിച്ചിരിക്കുന്നത് അയാൾ ബെയിലി ഓഫ് ദി ഗുഡ്സ് അല്ലേ. ആ ഗുഡ്സിൻ്റെ ഒരു കൈവശക്കാരൻ ബെയിലി എന്നുള്ളൊരു പൊസിഷനിലേക്കാണ് അയാൾ മാറേണ്ടത് അല്ലേ. ബി ആണ് ആൻസർ. എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ക്യാൻ സെൽ ദ ഗുഡ്സ്. ഈ നഷ്ടപ്പെട്ട് കിട്ടിയ അല്ലെങ്കിൽ വീണ് കിട്ടിയ ഒരു ഗുഡ്സ് അയാൾക്ക് വേണമെങ്കിൽ വിൽക്കാൻ പറ്റും. എപ്പോഴാണത് വിൽക്കാൻ സാധിക്കുന്നത്? ദ ഓണർ കനോട്ട് ബി ഫൗണ്ട് വിത്ത് റീസണബിൾ എഫോർട്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ശ്രമിച്ചിട്ടും നമുക്ക് അതിൻ്റെ ഓണറെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഗുഡ്സ് വിൽക്കാം. ദ ഗുഡ്സ് ആർ പെരീഷബിൾ. നമ്മുടെ കയ്യിൽ കിട്ടിയ ഗുഡ്സ് അത് കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ഗുഡ്സ് ആണെങ്കിൽ നമുക്കത് വിറ്റ് ക്യാഷാക്കി കയ്യിൽ സൂക്ഷിക്കാം. ദ ഓണർ റെഫ്യൂസ് ടു പേ എക്സ്പെൻസ്. നമുക്ക് ആ ഗുഡ്സ് കിട്ടി, നമ്മളത് അതിൻ്റെ സേഫായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതിന് നമുക്ക് കുറേ ചിലവായി. ആ ചിലവ് അതിൻ്റെ ഓണർ നമുക്ക് നൽകാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് നമുക്ക് ആ ഗുഡ്സ് വിറ്റ് ആ ഒരു ക്യാഷ് എടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള അതിൻ്റെ ആൻസർ വരിക. എ പ്ലഡ്ജ് ഈസ് ക്രിയേറ്റഡ് വെൻ. മറ്റൊരു കേസാണ് പറയുന്നത്, പ്ലഡ്ജിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബെയിൽമെൻറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട്, അതും മനസ്സിലാക്കിയിരിക്കണം. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം ഗുഡ്സ് മറ്റൊരാൾക്ക് കൈമാറുന്നതിനാണെങ്കിൽ, ഇവിടെ പ്ലഡ്ജ് ചെയ്യുന്നതിന് പ്രത്യേകം ഒരു കാരണമുണ്ട്, സ്പെഷ്യലായിട്ടുള്ള കാരണമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഡെപ്റ്റ് കടം വാങ്ങിക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഗുഡ്സ് കൈമാറുന്നതിനെയാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കുക. ഗുഡ്സ് ആർ ഡെലിവേർഡ് ആസ് എ സെക്യൂരിറ്റി ഫോർ എ ഡെപ്റ്റ് അല്ലേ. ഒരു കടമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമ്മൾ ക്യാഷ് തിരികെ കൊടുക്കുമെന്നുള്ള ഉറപ്പിന് വേണ്ടി നമ്മളൊരു ഗുഡ്സ് അയാളെ ഏൽപ്പിക്കുന്നു, അതിനെയാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഗുഡ്സ് ഏൽപ്പിക്കുന്ന വ്യക്തിയെ പോണർ എന്നാണ് പറയുന്നത്, PAWNER. അത് ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാളെ പോണി എന്നും പറയും. അപ്പോൾ പേര് ഓർത്തിരിക്കുക, പോണർ, പോണി എന്നുള്ളത് ആ ഒരു പേര് അതിൻ്റെ സ്പെല്ലിംഗ് സഹിതം കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നോക്കുക, എ പ്ലഡ്ജി ഹാസ് ദ റൈറ്റ് ടു. പ്ലഡ്ജിക്ക്, അതായത് പ്ലഡ്ജ് ആ ഗുഡ്സ് ഏറ്റെടുത്ത വ്യക്തിക്ക്, കടം കൊടുത്ത ഗുഡ്സ് ഏറ്റെടുത്ത വ്യക്തിക്ക് ഹാസ് ദ റൈറ്റ് ടു സെൽ പ്ലഡ്ജ്ഡ് ഗുഡ്സ്. അയാൾ അങ്ങനെ പ്ലഡ്ജ് ചെയ്ത ഗുഡ്സ് അയാൾക്ക് വേണമെങ്കിൽ വിൽക്കാം. എപ്പോഴാണ്? ദ പോണർ ഡിഫോൾട്ട്സ് ഇൻ റീപേയ്മെൻറ്റ് ആഫ്റ്റർ ഡ്യൂ നോട്ടീസ്. ഈ പോണർ, ആ പണയപ്പെടുത്തിയ ആൾ, അയാൾക്ക് ആ പൈസ തിരികെ കൊടുക്കാൻ സാധിച്ചില്ല. അതായത് പണയപ്പെടുത്തിയിട്ട് അയാൾ ക്യാഷ് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ ക്യാഷ് തിരികെ അടയ്ക്കുന്നതിൽ അയാൾ ഡിഫോൾട്ട് വരുത്തി. അങ്ങനെ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഡ്യൂ നോട്ടീസ് കൊടുക്കണം പോണി. അയാൾക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തണം. അങ്ങനെ ഡ്യൂ നോട്ടീസ് കൊടുത്തതിന് ശേഷവും അയാൾ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ഡിഫോൾട്ട് തുടർന്ന് കഴിഞ്ഞാൽ ഈ ഗുഡ്സ്, പണയപ്പെടുത്തിയ വസ്തു അല്ലെങ്കിൽ പണയ വസ്തു പോണിക്ക് അല്ലെങ്കിൽ പ്ലഡ്ജിക്ക് എന്ത് ചെയ്യാം? അത് വിൽക്കാൻ വേണ്ടി സാധിക്കുന്നതാണല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരിക. ഇൻ എ പ്ലഡ്ജ് ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ആസ്. പ്ലഡ്ജിലെ ഗുഡ്സ് എങ്ങനെയാണ് ഡെലിവറി ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെക്യൂരിറ്റി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ്. ഒരു ഡെപ്റ്റിനുള്ള സെക്യൂരിറ്റി ആയിട്ടാണ് ഇത് പേയ്മെൻറ്റ് നടത്തുന്നത് അല്ലേ. ദ പേഴ്സൺ ഹു ഡെലിവേഴ്സ് ഗുഡ്സ് ഇൻ എ പ്ലഡ്ജ് ഈസ് കോൾഡ്. ഇവിടെ ഈ പ്ലഡ്ജ് നടത്തുന്ന വ്യക്തിയെ എന്താണ് പറയുന്നത്? പോണർ. ഞാൻ പറഞ്ഞു അല്ലേ, PAWNER അല്ലേ. ആ പ്ലഡ്ജ് ആർക്കാണോ ഈ ഗുഡ്സ് പണയപ്പെടുത്തുന്നത് അയാളെ പോണി എന്നും പറയുന്നു അല്ലേ. ഈ സ്പെല്ലിങ്ങും പേരുകളും ഓർത്തിരിക്കുക. എ പോണീസ് റൈറ്റ് ഇൻക്ലൂഡ്സ്. ഒരു പോണിയുടെ റൈറ്റ്, അതായത് പ്ലഡ്ജ് ചെയ്ത് കിട്ടുന്ന വ്യക്തി അല്ലേ, പണയവസ്തു സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആ പ്ലഡ്ജിയുടെ ആ ഒരു പോണിയുടെ റൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോണീസ് റൈറ്റ് അല്ലേ. പോണിയുടെ റൈറ്റ് പിന്നെ പറയുമ്പോൾ റീറ്റെയിനിങ് ദ ഗുഡ്സ് അണ്ടിൽ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിൻ്റെ റീപേയ്മെൻറ്റ് നടക്കുന്നവരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? പോണിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. എ പ്ലഡ്ജ് ഈസ് ടെർമിനേറ്റഡ് വെൻ. എപ്പോഴാണ് പ്ലഡ്ജ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, പ്ലഡ്ജ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഇത് പോണർ റീപേസ് ദ ഡെപ്റ്റ് അല്ലേ. ആ ഒരു പേയ്മെൻറ്റ് പോണർ തിരികെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കടം വാങ്ങിച്ച് തിരികെ കൊടുക്കുമ്പോൾ ദ പോണി സെൽസ് ദ ഗുഡ്സ് ആഫ്റ്റർ പ്രോപ്പർ നോട്ടീസ്. അതായത് പോണർ അതിൻ്റെ ഡിഫോൾട്ട് വരുത്തി പേയ്മെൻറ്റ് കൊടുത്തില്ല, നോട്ടീസൊക്കെ പോണി പലതവണ കൊടുത്തു, എന്നിട്ട് വേണ്ടത് ഡിഫോൾട്ട് തുറന്നു കഴിഞ്ഞാൽ ആ ഗുഡ്സ് വിൽക്കാവുന്നതാണ് പോണിക്ക്. ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ആക്സിഡൻ്റലി. ആ ഗുഡ്സ് ആക്സിഡൻ്റലി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. അതായത് അയാളുടെ പോണിയുടെ കയ്യിലുള്ള കുറ്റം കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, പണയ വസ്തു.
അപ്പോൾ അങ്ങനെയുള്ള കേസുകളെല്ലാം പ്ലഡ്ജ് എന്ത് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ, ആ ഒരു പ്ലഡ്ജ് അവസാനിക്കുന്നു. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസറായിട്ട് വരിക. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യനിൽ ദ പോണർ ഹാഫ് ദ റൈറ്റ് ടു, പോണറുടെ റൈറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പോണറുടെ റൈറ്റ് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ദ ഗുഡ്സ് പെർമനൻ്റ്ലി, പോണർക്ക് ഗുഡ്സ് പെർമനൻ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യാന്ന് പറയുന്നത് നമ്മളത് എന്ത് ചെയ്തു, പ്ലഡ്ജ് ചെയ്തു അല്ലേ. പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് പോണിയുടെ കയ്യിലേക്ക് പോകും, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് റെഡീം ദ ഗുഡ്സ് ബൈ റീപേയിങ് ദ ഡെപ്റ്റ്, കടം തിരിച്ചടച്ചുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരികെ എടുക്കാം അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു കാര്യം. സെൽ ദ ഗുഡ്സ് വിതൗട്ട് കൺസെൻറ്റ്, അത് പോണറുടെ ഗുഡ്സ് തന്നെയാണ്, അത് പോണിയുടെ കയ്യിൽ ഇരിക്കുന്നിടത്തും കാലം അയാൾക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ക്യാൻസൽ ദ പ്ലഡ്ജ് യൂണിലാറ്ററലി, അയാൾക്ക് സ്വന്തമായിട്ട് നിലയിൽ ആ പ്ലഡ്ജ് അയാൾക്കത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഒന്നെങ്കിൽ അയാൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചടച്ചുകൊണ്ട് അയാൾക്ക് ആ പണയ വസ്തു തിരികെ എടുക്കാവുന്നതാണ് അല്ലേ. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എൻഷുവേഴ്സ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും ഒരു കോൺട്രാക്റ്റാണ്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്, മറ്റാർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു നഷ്ടത്തെ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം, നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പാണ് ഇവിടെ ഇൻഡെംനിഫയർ നൽകുന്നത് അല്ലേ. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയാണ്. അപ്പോൾ ഇൻഡെംനിഫയറും ഉണ്ടാവും അത്, അതായത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ആൾ ഈ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിക്ക് ഇത് ഇൻഡെംനിഫൈഡ് എന്ന് പറയും അല്ലേ, ഇത് ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ എന്താണ് സൂചിപ്പിക്കുന്നത്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലോസ് കോസ്ഡ് ബൈ ദി പ്രൊമൈസേഴ്സ് ആക്ഷൻ. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി പ്രകാരം അവിടെ ഒരു പ്രൊമൈസർ ഉണ്ടാവും, പ്രൊമൈസി ഉണ്ടാവും. നഷ്ടം നികത്തി കൊടുത്തോളാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി ആരാണ്, പ്രൊമൈസറാണ് അല്ലേ, അതായത് ഇൻഡെംനിഫയർ. അത് ആർക്കാണോ നഷ്ടം നികത്തി കൊടുക്കുന്ന അയാളാണ് പ്രൊമൈസി, അല്ലെങ്കിൽ ഇത് ഇൻഡെംനിറ്റി ഹോൾഡർ, ഇൻഡെംനിഫൈഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലോസ് കോസ്ഡ് ബൈ ദി പ്രൊമൈസേഴ്സ് ആക്ഷൻ, ഒന്നെങ്കിൽ പ്രൊമൈസറുടെ കയ്യിലുള്ള അയാൾ ചെയ്ത പ്രവർത്തികൾ കൊണ്ടോ, അല്ലെങ്കിൽ പ്രൊമൈസർ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ഏതെങ്കിലും ജോലി ഏൽപ്പിക്കുന്നതുകൊണ്ടോ അയാളുടെ കയ്യിൽ നിന്നുള്ള കുഴപ്പം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താമെന്ന് പറയുന്നതാണ്, അതിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് അല്ലേ. പിന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഈസ് ആൻ എഗ്രിമെൻറ്റ് ടു കോമ്പൻസേറ്റ് ഫോർ ലോസ് ഓർ ഡാമേജ്, ലോസ് ഉണ്ടാവുകയോ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോമ്പൻസേഷന് വേണ്ടിയാണ് ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആ ഒരു എഗ്രിമെൻ്റ് ആളുകൾ ഏർപ്പെടുന്നത് അല്ലേ. ആൻ ഇൻഡെംനിറ്റി ഹോൾഡർ ക്യാൻ ക്ലെയിം, ഒരു ഇൻഡെംനിറ്റി ഹോൾഡർക്ക് എന്താണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയെന്ന് ചോദിച്ചിരിക്കുന്നത്, കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഡിഫെൻഡിങ് എ സ്യൂട്ട് അല്ലേ. അതായത് ഇൻഡെംനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്യൂട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ഈ ഇൻഡെംനിറ്റി ഹോൾഡറുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടെങ്കിൽ അതും അയാൾക്ക് എന്ത് ചെയ്യാം, അതും ഒരു ക്ലെയിമായിട്ട് അതിൻ്റെ എമൗണ്ട് കൂടെ അയാൾക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും അത് കോടതിയിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കോടതി ചിലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള അർഹത ഇൻഡെംനിറ്റി ഹോൾഡർക്ക് ഉണ്ടായിരിക്കും. Then in a contract of indemnity, the liability of the indemnifier arises. ഇൻഡെംനിഫയറുടെ ലൈബിലിറ്റി, ഇൻഡെംനിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, ഈ ഒരു ഇൻഷുറൻസ് കൊടുക്കുന്ന വ്യക്തിയാണല്ലേ. ആ ഒരു ലോസ് അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ലൈബിലിറ്റി എപ്പോഴാണ് നിലവിൽ വരുന്നത്, ലോസ് ഈസ് കോസ്ഡ് ടു ദി ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലേ. അയാൾ ആരുടെ ഗുഡ്സ് ആണോ അയാൾ ഇൻഷുർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർക്ക് എന്ത് റിസ്ക് ആണോ അയാൾ കവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ആ റിസ്ക് ഉണ്ടാകുമ്പോൾ അല്ലേ, ആ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ, ലോസ് ഈസ് കോസ്ഡ്, അങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോഴാണ് ഇൻഡെംനിഫയർക്ക് ആ ഒരു നഷ്ടം ഏറ്റെടുത്ത വ്യക്തി, നഷ്ടം നികത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തിക്ക് ആ ഒരു ലൈബിലിറ്റി ഉണ്ടാകുന്നത് അല്ലേ, ആ ബാധ്യത ആ സമയത്താണ് ഉണ്ടാവുക. പിന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ദ ഷുവർട്ടി ഈസ് ലൈബിൾ ഫോർ. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഗ്യാരണ്ടി ഉണ്ട്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതിനാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സിംഗിൾ ടൈമിലേക്ക് ഗ്യാരണ്ടി, ഒരു ഒറ്റ ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഗ്യാരണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആവാം, കുറേ നാളത്തെ ട്രാൻസാക്ഷന് വേണ്ടി അയാൾക്ക് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കാം അല്ലേ. അപ്പോൾ ആ ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രീ പാർട്ടി അല്ലെ എഗ്രിമെൻ്റ് ആണ്. അതായത് 3 പേര് ഉണ്ടാവും, അതിലൊരു ഷുവർട്ടി ഉണ്ടാവും, ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ടാവും, ഒരു ക്രെഡിറ്റർ ഉണ്ടാവും അല്ലേ. അതായത് ഒരാളൊരു ലോൺ എടുക്കുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന വ്യക്തി ആരാണ്, അയാളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, പ്രധാനപ്പെട്ട കടക്കാരൻ. ബാങ്കാണ് അവിടെ പണം കൊടുക്കുന്ന ആൾ, ബാങ്കിലാണ് ക്യാഷ് കിട്ടേണ്ടത്. അപ്പോൾ ബാങ്ക് അവിടെ ആരാണ്, ക്രെഡിറ്ററാണ്. ഇനി ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എടുക്കുന്ന പണത്തിന് മറ്റൊരാൾ ജാമ്യം നിൽക്കുമ്പോൾ ആ ജാമ്യം നിൽക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഷുവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പേര് കൂടി ചേരുമ്പോഴാണ് ഇവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നിലവിൽ വരുന്നത്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടിയുടെ ലൈബിലിറ്റി എപ്പോഴാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ദ ഷുവർട്ടി ഈസ് ലൈബിൾ ഫോർ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റഡ് ബിഫോർ ദി ഡെത്ത് ഓഫ് ദി ഷുവർട്ടി എന്നുള്ളതാണ്. അത് ഷുവർട്ടിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ആ ഒരു ലൈബിലിറ്റി ഷുവർട്ടിക്കോ അല്ലെങ്കിൽ ഷുവർട്ടിയുടെ ലീഗലായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അയാളുടെ മരണത്തിന് മുമ്പുള്ള ട്രാൻസാക്ഷൻ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, അയാൾ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് അയാളുടെ മരണത്തിന് മുമ്പുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടി ആകുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ.
അതിൽ അയാൾക്ക് എന്താണ് ഷുവർട്ടിക്ക് ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഷുവർട്ടിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ലയബിലിറ്റി ഉണ്ടായിരിക്കും. ദെൻ 28ാമത്തെ ക്വസ്റ്റിനെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻവോൾവ്സ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നമ്മൾ ആദ്യം പറഞ്ഞു, അതൊരു ട്രീ പാർട്ടി എഗ്രിമെൻ്റ് ആണ്. 3 പാർട്ടീസ് ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ അല്ലെങ്കിൽ ഡെപ്റ്റർ ഉണ്ട്, ഷുവർട്ടി ഉണ്ടാവും അല്ലേ. ദ ലയബിലിറ്റി ഓഫ് എ ഷുവർട്ടി ഈസ് ലയബിലിറ്റി ഓഫ് ഷുവർട്ടി. ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിൻജൻറ്റ് ഓൺ ദി ഡെപ്റ്റേഴ്സ് ഡിഫോൾട്ട് ആണ് കേട്ടോ. ഷുവർട്ടിയുടെ ലയബിലിറ്റിയുടെ പ്രത്യേകത ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് കണ്ടിൻജൻറ്റ് ഓൺ ദി ഡെപ്റ്റേഴ്സ് ഡിഫോൾട്ട്. അതായത് ഡെപ്റ്ററുടെ ഡിഫോൾട്ട്, ഡെപ്റ്റർ യഥാർത്ഥത്തിൽ കടമെടുത്ത വ്യക്തി ആ കടം കൊടുത്ത വ്യക്തിക്ക് അത് എമൗണ്ട് തിരികെ നൽകണം അല്ലേ. അങ്ങനെ തിരികെ നൽകുന്നതിൽ ആ ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, അയാൾ അതിൽ വീഴ്ച വരുത്തുമ്പോഴാണ് ഷുവർട്ടിക്ക് ലയബിലിറ്റി ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കണ്ടിൻജൻറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കണ്ടിൻജൻറ്റ് അപ്പോൺ എ ഫ്യൂച്ചർ ആക്ടിവിറ്റി അല്ലേ. അതായത് ഫ്യൂച്ചറിൽ ഡെപ്റ്റർ ഈ പേയ്മെൻറ്റ് നൽകിയില്ല എങ്കിൽ, ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഷുവർട്ടി ആ പേയ്മെൻറ്റ് കൊടുക്കണം. അതുകൊണ്ട് അതിനെ കണ്ടിൻജൻറ്റ് എന്ന് പറയുന്നത്. എ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ക്യാൻ ബി റിവോക്കഡ് ബൈ. ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു. ഫ്യൂച്ചറിൽ കുറേ ട്രാൻസാക്ഷൻസ് അല്ലേ, അത് ഗ്യാരണ്ടി നൽകുന്നത്, അതിനുവേണ്ടി ഗ്യാരണ്ടി നൽകുന്നതിനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ക്യാൻ ബി റിവോക്കഡ്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എപ്പോഴാണ് റദ്ദാക്കാൻ പറ്റുന്നത്, റിവോക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കുക, നോട്ടീസ് ടു ദി ക്രെഡിറ്റർക്ക് നമ്മൾ നോട്ടീസ് കൊടുത്തുകൊണ്ട് നമ്മളാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ക്രെഡിറ്റർ പറയുകയാണ് ഇനി മുതൽ ഞാൻ ഈ ഗ്യാരണ്ടി നൽകുന്നില്ല. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ദെൻ ഏജൻസി ബൈ നെസസിറ്റി അറൈസസ്. ഏജൻസി ബൈ നെസസിറ്റി, ഏജൻസി പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് അല്ലേ. മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏജൻസി ബൈ നെസസിറ്റി, നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഏജൻറ്റായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അയാൾ ഏൽപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏത് കാരണമാണ് എമർജൻസി ആക്ഷൻസ് ആർ റിക്വയർഡ് ടു പ്രിവെൻറ്റ് ലോസ്. മറ്റൊരാൾക്ക് നഷ്ടം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി എമർജൻസി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിയുടെ ഏജൻറ്റായിട്ട് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതായത് എമർജൻസി സിറ്റുവേഷനിലും മറ്റേയാളുടെ അനുവാദം ഇല്ലാതെ നമുക്ക് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഏജൻസിയാണ് നമ്മൾ പറയുന്നത് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുന്നത്. ഇഫ് എ പ്രിൻസിപ്പൽ ഡസ് നോട്ട് ഡിസ്ക്ലോസ് എ മെറ്റീരിയൽ ഫാക്ട് ടു ദി ഏജൻറ്റ്. ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളാണ് ഏജൻറ്റ്. ആരാണ് ഏൽപ്പിച്ചത്? അയാൾ പ്രിൻസിപ്പൽ എന്ന് പറയും. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളൊന്നും ഈ ഏജൻറ്റിനോട് പറഞ്ഞിട്ടില്ല അല്ലേ. ഡസ് നോട്ട് ഡിസ്ക്ലോസ് അല്ലേ, പറയുന്നില്ല. ഇത് ഏജൻറ്റ് ക്യാൻ, ആ സമയത്ത് ഏജൻറ്റ് എന്ത് സംഭവിക്കാൻ സാധിക്കും? ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ക്ലെയിം ഇൻഡെംനിറ്റി ലേറ്റർ. അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ ഉത്തമ വിശ്വാസത്തോടുകൂടി പ്രിൻസിപ്പലിനെ വിശ്വസിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അല്ലേ. ഭാവിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്യാം. ആൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ ഹൂ ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ. മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഏജൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. മറ്റൊരാൾ എന്ന് ഉദ്ദേശിച്ചാൽ ആരാണ്? അയാളെ പറയുന്ന പേര് പ്രിൻസിപ്പൽ എന്നാണ്. അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെ നമ്മൾ ഏജൻ്റ് എന്നും പറയുന്നു. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ഏജൻസി ഈസ് ടെർമിനേറ്റഡ് വെൻ. ഏജൻസി എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏജൻസി പലതരത്തിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാം. പ്രിൻസിപ്പലിൻ്റെ ഡെത്തോടുകൂടി അല്ലെങ്കിൽ ഏജൻറ്റിനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ പലതരത്തിലും ദ പ്രിൻസിപ്പൽ റിവോക്സ് അതോറിറ്റി, പ്രിൻസിപ്പൽ ആ ഒരു ഏജൻറ്റിൻ്റെ അതോറിറ്റി തിരികെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ് ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. ആൻഡ് ഏജൻറ്റ് ബിക്കംസ് പേഴ്സണലി ലയബിൾ. ഏജൻറ്റ് എപ്പോഴാണ് പേഴ്സണലി ലയബിൾ ആകുന്നത്? അതായത് പ്രിൻസിപ്പലിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ലയബിലിറ്റി, അൾട്ടിമേറ്റ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന് തന്നെയാണ്. ഏജൻറ്റ് ചെയ്താലും അത് പ്രിൻസിപ്പലിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ചില സന്ദർഭങ്ങളിലും ഏജൻറ്റിന് തന്നെ വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റി, പ്രിൻസിപ്പലിന് ആ ലയബിലിറ്റി ഉണ്ടാവില്ല, ഏജൻറ്റിന് തന്നെ വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള കേസുകളുണ്ട്. അപ്പോൾ അതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എക്സീഡിങ് ദിയർ അതോറിറ്റി. ഒരു ഏജൻറ്റ് അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന അതോറിറ്റിക്ക് അപ്പുറം നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ചെയ്ത പ്രവർത്തിക്ക് ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും അല്ലേ. വ്യക്തിപരമായി അയാൾക്ക് അതിൽ ബാധ്യത ഉണ്ടാവും. ആൻ ഏജൻറ്റ്സ് അതോറിറ്റീസ് ടെർമിനേറ്റഡ് ഓട്ടോമാറ്റിക്കലി. ഒരു ഏജൻറ്റിൻ്റെ അതോറിറ്റി എപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദ ഏജൻറ്റ് കംപ്ലീറ്റ്സ് ദ അസൈൻ ടാസ്ക്. ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ച ജോലി അയാൾ പൂർത്തിയാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഏജൻസി റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. ഒരു പ്രിൻസിപ്പൽ മരിച്ചു കഴിഞ്ഞാലും അത്തരം കാര്യങ്ങളിലും സംഭവിക്കാം. പക്ഷേ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ദ ഏജൻറ്റ് കംപ്ലീറ്റ് ദ അസൈൻഡ് ടാസ്ക് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പാർട്ട് എ നമുക്ക് അടുത്ത് അതിൻ്റെ ബാക്കിയുള്ളത് സെക്ഷൻ ബി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.